നമസ്കാരം. പ്രൈം ടൈമിലേക്ക് വിശദമായി നമ്മൾ ആദ്യം പോകുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടലിന്റെ വാർത്തയിലേക്കാണ്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 29 ജീവനക്കാരെ കൃഷിവകുപ്പ് സസ്പെൻഡ് ചെയ്തു. കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചടയ്ക്കാനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 24 ഫോളോ അപ്പ്. റവന്യൂ, മൃഗസംരക്ഷണ വകുപ്പുകൾക്ക് പിന്നാലെ കൃഷിവകുപ്പും ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തവർക്കെതിരെ നടപടിയെടുത്തു. 29 പേരെയാണ് കൃഷിവകുപ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സയന്റിഫിക് അസിസ്റ്റന്റ് മുതൽ ഫാമിലെ സ്ഥിരം തൊഴിലാളികൾ വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അനർഹമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കണം. സസ്പെൻഷനിലായ 6 പേർ 50,000-ലധികം തുക ക്ഷേമ പെൻഷനായി തട്ടിയെടുത്തവരാണ്. 29 പേരും ക്ഷേമ പെൻഷൻ ബോധപൂർവം തട്ടിയെടുത്തു എന്നാണ് കണ്ടെത്തൽ. ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഇവർ ജോലി ലഭിച്ച ശേഷം ഇക്കാര്യം മറച്ചുവെച്ച് ക്ഷേമ പെൻഷൻ വാങ്ങിപ്പോന്നിരുന്നു. ഈ നടപടിയോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം 145ആയി. 1458 സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് ധനവകുപ്പ് റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞന് യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ അന്ത്യവിശ്രമം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ ഒരു യാത്ര അവസാനിക്കുന്നു. രാജ്യം അത്രമേൽ കടപ്പെട്ടിരിക്കുന്ന പ്രിയ മൻമോഹൻ സിംഗിന് രാജ്യമൊന്നാകെ ചേർന്ന് വിട ചൊല്ലി. രാവിലെ 8 മണിയോടെയാണ് മോത്തിലാൽ നെഹ്റു മാർഗിലെ വസതിയിൽ നിന്ന് ഭൗതികദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയത്. മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, P. ചിദംബരം അങ്ങനെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് AICC അങ്കണത്തിലേക്ക് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ശേഷം അരമണിക്കൂർ പൊതുദർശനം. 11:30 വിലാപയാത്രയെ യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക്. വഴി നിറയെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സ്നേഹാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു യാത്ര. നിഗംബോധ് ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം സിഖ് മതാചാരപ്രകാരമായിരുന്നു ചടങ്ങുകൾ. പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയ ഭരണാധികാരി അങ്ങനെ ഓർമ്മയാവുകയാണ്. അവസാന യാത്രയിൽ കക്ഷിഭേദമില്ലാതെ എല്ലാവരും പ്രശംസ കൊണ്ട് മൂടുമ്പോൾ ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ തന്നെയാണ് ഇവിടെ അന്വർത്ഥമാകുന്നത്. ദില്ലിയിലെ നിഗംബോധ് ഘട്ടിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനും സ്മാരകം നിർമ്മിക്കുന്നതിനും പ്രത്യേക സ്ഥലം അനുവദിക്കാത്തതിൽ കോൺഗ്രസിൽ അമർഷം. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിക്കുകയാണെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. മുൻ പ്രധാനമന്ത്രിമാർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾക്കായി പ്രത്യേക സ്ഥലം അനുവദിച്ചിരുന്നതായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അതേസമയം ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ പ്രത്യേക സ്ഥലം അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വിവാദങ്ങൾ പിന്തുടർന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അന്ത്യയാത്രയും. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കുടികൊള്ളുന്ന വീർഭൂമിയിലോ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അന്ത്യകർമ്മങ്ങൾക്കും സംസ്കാര ചടങ്ങുകൾക്കും പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഈ ആവശ്യം പരിഗണിക്കാതെയാണ് മുൻ പ്രധാനമന്ത്രിയെ നിഗംബോധ് ഘട്ടിൽ സംസ്കരിച്ചത്. ആദ്യ സിഖ് പ്രധാനമന്ത്രിയെ കേന്ദ്ര സർക്കാർ ബോധപൂർവം അപമാനിച്ചെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നടപടിക്ക് പിന്നിൽ മോദിയുടെയും BJPയുടെയും തരംതാണ രാഷ്ട്രീയമാണെന്നും വിമർശനം. മൻമോഹൻ സിംഗിന്റെ നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന് ഒത്ത ഒരു ഫ്യൂണറൽ ചടങ്ങ് നടത്താനുള്ള അനുവാദം അവർ തന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥലം കണ്ടെത്താൻ വൈകി എന്നൊക്കെ പറയുന്നത് അതൊക്കെ തന്നെ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ നിരുത്തരവാദപരമായ നിലപാട്. വിവാദങ്ങൾ അനാവശ്യമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്ര സർക്കാർ സ്മാരകത്തിന് സ്ഥലം പിന്നീട് അനുവദിക്കാമെന്ന് കുടുംബത്തെ അറിയിച്ചു. 10 വർഷം ഭരിച്ചിട്ടും നരസിംഹറാവുവിന് സ്മാരകം നിർമ്മിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്ന വാദമുയർത്തി BJP പ്രതിരോധിച്ചു. കേന്ദ്ര നടപടിയിൽ ശിരോമണി അകാലിദളും പ്രതിഷേധമറിയിച്ചു. സ്ഥലപരിമിതി കാരണം 2013 UPA സർക്കാർ തന്നെയാണ് പ്രത്യേക സ്ഥലം നൽകേണ്ടതില്ലെന്ന തീരുമാനമെടുത്തതെന്നും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. സീന മുഹമ്മദ് യൂട്യൂബിൽ എഴുതുന്നുണ്ട്, സൗമ്യമുഖവും മൃദുല വാക്കുകളുടെയും ഉടമയായിരുന്നു മൻമോഹൻ സിംഗ് എന്നത് രാഷ്ട്രീയത്തിലെ
മൃദു സാന്നിധ്യമായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ സൗമ്യമുഖം കൂടിയായിരുന്നു എന്നാണ് സീന അനുസ്മരിക്കുന്നത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന് സൂചന. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA പണം നൽകിയതിന്റെ കണക്ക് സൂചിപ്പിച്ചുള്ള NM വിജയന്റെ കത്ത് പുറത്തുവന്നത് വ്യാജ ഉടമ്പടി രേഖ എന്നാണ് IC ബാലകൃഷ്ണൻ MLAയുടെ നിലപാട്. NM വിജയന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് വയനാട് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വിഷം കഴിച്ച നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന NM വിജയനും മകൻ ജിജേഷും ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് CPIMന്റെ ആവശ്യം. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായി സംശയമുണ്ടെന്നും CPIM ബത്തേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി R ജയപ്രകാശ് ആരോപിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നു. അത് ചില ആളുകൾ എടുത്തു മാറ്റിയോ ബന്ധപ്പെട്ടുകൊണ്ട് ആ വീട് ആദ്യമേ സന്ദർശിച്ച 2 പേരുണ്ട്. അവരെ ഉൾപ്പെടെ ചോദ്യം ചെയ്താൽ വിവരങ്ങൾ പുറത്തു വരും. മാത്രമല്ല ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടന്നാൽ വസ്തുക്കളെല്ലാം പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് CPM എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നത്. അതിനിടെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ പരാതി പുറത്തുവന്നു. ഉദ്യോഗാർത്ഥികളെ നിയമിക്കാൻ 10 ലക്ഷം രൂപ ബത്തേരി MLA IC ബാലകൃഷ്ണനെ ഏൽപ്പിച്ചതായി പരാതിയിലുണ്ട്. പണമിടപാട് നടന്നതിന്റെ ഉടമ്പടി രേഖകൾ കൂടി പുറത്തുവന്നതോടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലായി. എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ IC ബാലകൃഷ്ണൻ. ഒരു വ്യാജരേഖ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ആ വ്യാജരേഖയുമായി സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ഇവിടെ നീതിയുക്തമായി പാർട്ടിക്കൊക്കെ വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട വിജയേട്ടൻ്റെ ആത്മഹത്യയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി DCC പ്രസിഡന്റ് ND അപ്പച്ചൻ. സംഭവം ഉണ്ടാകാൻ എന്ത് കാരണം എന്നതിനെ സംബന്ധിച്ചുള്ളത് അറിയില്ല. അതിനെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അടങ്ങുന്ന അവരുടെ ഒരു അന്വേഷണത്തിൽ സമഗ്രമായൊരു അന്വേഷണം നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളൊക്കെ വിവരം അറിയിക്കുന്നതാണ്. കൽപ്പറ്റയിലെ DCC ഓഫീസിലും ബത്തേരി മണിച്ചിറയിലെ വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ഇരുവരുടെയും മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. 24 കോഴിക്കോട്. ഇപ്പോൾ ബസ്സുകളുടെ മത്സരയോട്ടം സംബന്ധിച്ച ഒരു വാർത്ത ടോബി ജോൺസൺ അറിയിക്കുന്നുണ്ട്. കോട്ടയം 18-ാം മൈലിൽ വൈകിട്ട് 6:30 ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് ഒരു യുവതി രക്ഷപ്പെട്ടു. സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ഇടതുവശത്ത് കൂടി അമിത വേഗത്തിൽ KSRTC ബസ് എത്തുകയായിരുന്നു എന്നാണ് ടോബി ജോൺസൺ ഇപ്പോൾ അറിയിക്കുന്നത്. നമ്മൾ അടുത്ത ഒരു വാർത്തയിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി 4 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മുങ്ങിമരിച്ചു. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് ബന്ധുക്കളായ 3 കുട്ടികളാണ് മരിച്ചത്. കണ്ണൂർ വള്ളിത്തോട് ചരൽപ്പുഴയിൽ 9 വയസ്സുകാരൻ ഉൾപ്പെടെ 2 പേർ മുങ്ങിമരിച്ചു. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ ഉച്ചകഴിഞ്ഞ് 2:30 നാടിനെ നടുക്കിയ അപകടം. മരിച്ച റിയാസിന്റെ മാതാവിനൊപ്പമാണ് 3 പേരും പുഴയിൽ കുളിക്കാനെത്തിയത്. ഇതിനിടെ 3 പേരും ഒരേ സമയം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട് റിയാസിന്റെ മാതാവ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശബ്ദം കെട്ടെത്തിയ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ ആദ്യം റിയാസിനെ കണ്ടെത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ റിയാസ് മരിച്ചു. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മറ്റ് 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂർ ചരൽപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴുണ്ടായ അപകടത്തിലാണ് വാരം സ്വദേശികളായ വിൻസെന്റ്, ആൽവിൻ എന്നിവരുടെ ജീവൻ നഷ്ടമായത്. വള്ളിത്തോടുള്ള വിൻസെന്റിന്റെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു 9 വയസ്സുകാരൻ ആൽവിൻ. അയൽവാസിക്കൊപ്പം ഉച്ചയോടെ പുഴയിൽ കുളിക്കാനിറങ്ങി. ഇതിനിടെ ആൽവിൻ പുഴയുടെ ആഴത്തിലകപ്പെട്ടു. ആൽവിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് വിൻസെന്റും അപകടത്തിൽപ്പെട്ടത്. ഇരുവരുടെയും മൃതദേഹം തുടർ നടപടികൾക്കായി ഇരിട്ടിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. 24 കാസർഗോഡ്, കണ്ണൂർ. ഇപ്പോൾ ഷംസുദ്ദീൻ പറയുന്നുണ്ട്, മുങ്ങിമരണങ്ങളും വാർത്തകളിൽ തുടരെ ഇടം പിടിക്കുകയാണ്. ജാഗ്രത വേണം ഇത്തരത്തിൽ നമ്മൾ പുഴയിലേക്കൊക്കെ പോകുമ്പോൾ എന്നാണ് ഷംസുദ്ദീൻ ഈ വാർത്ത കാണുമ്പോൾ പറയുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മെമന്റോ കൈമാറി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. രാജ്ഭവനിലെത്തിയാണ് മെമന്റോ കൈമാറിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, സർക്കാർ ഒരു യാത്രയപ്പ് വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ചീഫ് സെക്രട്ടറി എത്തി മെമന്റോ കൈമാറുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ സാങ്കേതികമായി വേണമെങ്കിൽ സർക്കാർ മൊമെൻ്റ് കൈമാറി എന്ന് പറയാം. പക്ഷേ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ ദേവേന്ദ്ര ദുദാവത്, ഒപ്പം KR ജ്യോതിലാൽ, ഒപ്പം പ്രോട്ടോകോൾ ഓഫീസർ എന്നീ 4 പേർ സർക്കാർ പ്രതിനിധികളായി എത്തി മൊമെൻ്റ് കൈമാറി. സർക്കാർ ഔദ്യോഗികമായി യാത്രയപ്പ് നൽകേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സർക്കാരിനെ ഈ ദീർഘകാലവും പ്രതിസ്ഥാനത്ത് നിർത്തി നിരവധി പ്രസ്താവനകൾ നടത്തിയ ആളാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ ഒരു യാത്രയപ്പ് നേരത്തെ ഇതിനു മുൻപ് മുൻ ഗവർണർ സദാശിവത്തിന് നൽകിയതിന്
പോലെ ഒരു വലിയ രീതിയിലുള്ള യാത്രയപ്പോ അല്ലെങ്കിൽ അത്തരമൊരു മൊമെന്റോ ഒന്നും നൽകി യാത്രയക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം സർക്കാരിനുണ്ടായിരുന്നു. ഒപ്പം ദുഃഖാചരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ആ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി നേരിട്ട് രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും സർക്കാരിൻ്റെതായ മൊമെന്റ് കൈമാറുകയും ചെയ്തു. പക്ഷേ സർക്കാരിന് വേണ്ടിയാണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കേരള സർക്കാർ എന്ന് ആലേഖനം ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ആ മൊമെന്റയിൽ. ഗവർണർ നാളെയാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ഗവർണർക്ക് മെമന്റോ കൈമാറിയിരിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സംസ്ഥാന സർക്കാർ യാത്രയയപ്പ് നൽകില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്താൻ ശ്രമിച്ച ആരിഫ് മുഹമ്മദ് ഖാനോട് മമത വേണ്ട എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. ദുഃഖാചരണത്തെ തുടർന്ന് രാജ്ഭവൻ ജീവനക്കാർ ഗവർണർക്ക് നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കി. ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥാനമൊഴിയുമ്പോഴും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത തീരുന്നില്ല. സ്ഥാനമൊഴിയുന്ന ഗവർണർമാർക്ക് സർക്കാർ യാത്രയയപ്പ് നൽകുന്ന പതിവുണ്ട്. എന്നാൽ ആരിഫ് ഖാൻ്റെ കാര്യത്തിൽ ആ പതിവ് തെറ്റിക്കുകയാണ്. നാളെ കേരളം വിടുന്ന ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്നാണ് തീരുമാനം. സർക്കാരിനെ ഇത്രയേറെ പ്രതിസന്ധിയിലാക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംശയനിഴലിൽ നിർത്തുകയും ചെയ്ത ആരിഫ് ഖാന് ഉപചാരപൂർവ്വമുള്ള യാത്രയയപ്പ് വേണ്ടെന്നാണ് ഭരണ നേതൃത്വത്തിലെ ധാരണ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ മുൻഗാമി ജസ്റ്റിസ് പി സദാശിവത്തോട് ഇതായിരുന്നില്ല സമീപനം. ചില വിഷയങ്ങളിൽ ഭിന്നത ഉണ്ടായിരുന്നെങ്കിലും സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. രാജ്ഭവനിലെ യാത്രയയപ്പ് സമ്മേളനത്തിന് പുറമെ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സദാശിവത്തിന് യാത്രയയപ്പ് നൽകിയിരുന്നു. മാസ്കറ്റിലെ യാത്രയയപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതുകൂടാതെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സദാശിവത്തെ യാത്രയക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായി. ഔദ്യോഗിക യാത്രയയപ്പ് ഏറ്റുവാങ്ങാതെ ആരിഫ് ഖാൻ നാളെ കേരളം വിടും. രാജ്ഭവൻ ജീവനക്കാർ യാത്രയയപ്പ് നൽകാൻ നിശ്ചയിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക ദുഃഖാചരണത്തെ തുടർന്ന് വേണ്ടെന്ന് വെച്ചു. നാളെ ഉച്ചയ്ക്ക് 12-ന് കൊച്ചിയിലേക്ക് പോകുന്ന ഗവർണർ അവിടെ നിന്ന് ഡൽഹി വഴി ബീഹാറിലേക്ക് പോകും. ജനുവരി 2-ന് ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാന്റെ പിൻഗാമി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനുവരി 1-ന് കേരളത്തിലെത്തും. 2-ാം തീയതിയാണ് പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഇനി കോട്ടയത്ത് ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടത്തിനിടെ യുവതി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കോട്ടയത്ത് നിന്ന് കുമളിക്ക് പോയ KSRTC ബസ്സാണ് അപകടകരമായ രീതിയിൽ ഓടിച്ചത്. തലനാരിഴയ്ക്കാണ് സ്വകാര്യ ബസ്സിൽ നിന്നിറങ്ങിയ യുവതി രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സ്വകാര്യ ബസ് നിർത്തുന്നു. യുവതി ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് കാണാം. തൊട്ട് KSRTC ബസ് വരുന്നത് നോക്കൂ. അതാ ഇടതുവശത്തോടെ കയറി പോവുകയാണ്. കഷ്ടിച്ചാണ് യുവതി രക്ഷപ്പെട്ടത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടോബി, വിവരങ്ങൾ. ഉന്മേഷ്, ഈ ഒരു റോഡിൽ KSRTCയും സ്വകാര്യ ബസ്സുകളും തമ്മിലുള്ള മത്സരയോട്ടം പതിവായി നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്ന 18-ാം മൈലിൽ കൊടങ്ങൂർ ഭാഗത്ത് നടന്ന ഈ സംഭവമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് വൈകുന്നേരം 6:30 ഈ സംഭവം ഉണ്ടാകുന്നത്. സ്വകാര്യ ബസ് ആളെ ഇറക്കുന്നതിന് വേണ്ടി ആ റോഡിൽ തന്നെ ബസ് നിർത്തുന്നു. അതിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി തൊട്ട് ഇടതുവശത്തുകൂടി ടോബി, ചെറിയ പ്രശ്നം ഓഡിയോയിലുള്ളത് കൊണ്ടാണ്. ആ ദൃശ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അല്പം. യുവതി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുവശത്ത് കൂടി തെറ്റായ സൈഡിലൂടെയാണ് KSRTC സ്വകാര്യ ബസ്സിനെ മറികടന്ന് പോകുന്നത്. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു യുവതി. അവർ ഭയപ്പെട്ട് നിൽക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. ടോബി തുടരുന്നുണ്ട്. ടോബി, പൂർത്തിയാക്കിക്കോളൂ. ഇന്ന് വൈകുന്നേരം 6:30 ഈ സംഭവം നടക്കുന്നത്. ഈ സ്വകാര്യ ബസ്സിൽ എത്തിയ യുവതിയെ ഇറക്കി വിടുന്നത് റൂട്ടിൽ തന്നെയാണ്. ആ ബസ് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ആളെ ഇറക്കേണ്ടതാണ് സാധാരണ. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഈ റോഡിൽ തന്നെ സ്വകാര്യ ബസ് നിർത്തി അവിടെ നിന്നും ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴാണ് അമിത വേഗത്തിൽ വന്ന KSRTC ഇടതുവശത്തുകൂടി, അതായത് ഈ സ്ത്രീയുടെ മുൻവശത്തുകൂടി തന്നെ കടന്നു പോകുന്നത്. ഒരു തലനാരിഴയ്ക്ക് ഇവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അല്ലെങ്കിൽ സ്ഥിരമായി ഈ ഒരു റൂട്ട് ഈ സ്വകാര്യ ബസ് നിർത്തുന്നതും റോഡിലാണ്. വേണമെങ്കിൽ ഇവിടെ സ്ഥലമുണ്ട്, ഒതുക്കി നിർത്താമല്ലേ? ഈ ഇടതുവശം ചേർത്ത് നിർത്താവുന്നതാണല്ലേ? തീർച്ചയായിട്ടും ഉന്മേഷ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ രണ്ട് ബസ്സുകളുടെ കയ്യിലും അല്ലെങ്കിൽ ബസ് ഓടിച്ചവരുടെ കയ്യിലും തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ KSRTC വരുത്തിയത് ഒരു വലിയ പിഴവാണ്. പ്രത്യേകിച്ചും KSRTCക്ക് കൂടുതൽ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടതാണ്. അതും ഇടതുവശത്തുകൂടി. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യരുതെന്ന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അമിത വേഗത്തിൽ ഒരാളെ ഒരു ബസ്സിൽ നിന്നും ഇറങ്ങുമ്പോൾ ഇടതുവശത്തുകൂടി അമിത വേഗത്തിൽ
വേഗത്തിൽ ഈ ബസ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ് ഒന്ന് ഒതുക്കി സൈഡിലേക്ക് മാറ്റി ആളെ ഇറക്കേണ്ടതിന് പകരം ആ റോഡിൽ തന്നെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് സ്വകാര്യ ബസ് ആളെയും ഇറക്കിയിരിക്കുന്നത്. ഏതായാലും നടപടികൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഉന്മേഷ്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്, സുനിൽ TS പറയുന്നു, ബസ് ഏതായാലും ഡ്രൈവർമാരുടെ മനോഭാവമാണ് മാറേണ്ടത്. തർക്കമില്ല, കാര്യത്തിൽ നിയമം പാലിച്ച് വാഹനം ഓടിക്കുക എന്നത് മാത്രമാണ്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് എന്ന് സീന മുഹമ്മദ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൃശ്യം കണ്ട പ്രേക്ഷകരും ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കർശന മുന്നറിയിപ്പുമായി വിദ്യാഭ്യാസ മന്ത്രി. സമ്മാനം ലഭിച്ചില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് ഉപയോഗിക്കരുത് എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ജഡ്ജസിനെതിരെ പ്രതിഷേധം അനുവദിക്കില്ല, മത്സരങ്ങൾ ജനാധിപത്യപരമായി എടുക്കണമെന്നും മന്ത്രി 24 വ്യക്തമാക്കി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നമ്മളിതിനെ ഒരു ആരോഗ്യകരമായ ഒരു മത്സരമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പിന് കിട്ടിയാൽ നല്ല ഒന്നാം തരം ജഡ്ജസ്, കിട്ടിയില്ലെങ്കിലോ ഉടനെ ജഡ്ജസിനെ വളഞ്ഞു വയ്ക്കുക, റോഡിലിറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തുക. അതൊന്നും ഈ കൊച്ചു മക്കളുടെ മാത്രം അഭിപ്രായത്തിനനുസരിച്ചായിരിക്കില്ലല്ലോ, തീരുമാനത്തിനനുസരിച്ചായിരിക്കില്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. അതിൽ ടീച്ചർമാർക്കൊരു പങ്കുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് വലിയ പങ്കുണ്ട്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഒരു യുവജനമേള ആകെ തന്നെ എൻ്റെ അന്തസ്സും ചന്തവും എൻ്റെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ കാണിച്ചാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അത്തരം കാര്യങ്ങൾ കാണിച്ചാലേ മതിയാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നവർ അതെന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിക്കും. അത് ശരിയായ നടപടിയല്ല. ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, റവന്യൂ ജില്ലാ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധങ്ങൾ, വലിയ പരാതികൾ, അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്ന നിലപാട്? ഇതോടൊപ്പം സ്കൂൾ കായികമേളയിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്കൂൾ കായികമേള അവസാന ദിവസം ഒരു അലങ്കോലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ്. എന്തായാലും കലോത്സവത്തിന് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു താക്കീതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ജഡ്ജിമാർക്കെതിരെ തടഞ്ഞു വെക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാകും. അതിന് വിദ്യാർത്ഥികൾ മാത്രമായിരിക്കില്ല ഉത്തരവാദികൾ, ഇത്തരത്തിൽ അധ്യാപകരും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടിയെടുക്കുന്നുള്ള താക്കീത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നു. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ താക്കീത് നൽകുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ ഇപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കുന്നത്. തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് തിരികെ. CPIM പ്രതിരോധത്തിൽ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 14 പ്രതികൾ കുറ്റക്കാർ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പേരിൽ 5 പേർ CPIMന്റെ പ്രധാന നേതാക്കളാണ്. കേസിൽ ശിക്ഷാവിധി ജനുവരി 3-നാണ്. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A പീതാംബരനടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന കുറ്റങ്ങൾ തെളിഞ്ഞു. 10-15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിയിൽ വ്യക്തമാക്കി. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരും CBI പ്രതി ചേർത്ത 10-ൽ 4 പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. IPC 225 പ്രകാരം കുറ്റം തെളിഞ്ഞെങ്കിലും K മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. കേസ് CBI കെട്ടിപ്പൊക്കിയ കഥയാണെന്നും
ഗൂഢാലോചനാവാദം പൊളിഞ്ഞെന്നും പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ. ആ കഥ CBIയുടെ കഥ കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള നിലയിലല്ലേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 16, 17, 18, 19 പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടുകൊണ്ടിരുന്നപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എറണാകുളം CBI കോടതി ജഡ്ജ് N ശേഷാദ്രിനാഥനാണ് വിധി പ്രസ്താവിച്ചത്. ജനുവരി 3 കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് കോടതി ശിക്ഷ പ്രഖ്യാപിക്കും. S. ശ്രീകാന്ത്, 24, കൊച്ചി. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും മാതാപിതാക്കൾ. കേസിൽ 10 പേരെ വെറുതെ വിട്ടത് അംഗീകരിക്കാനാകില്ലെന്നും നിയമപരമായി നേരിടുമെന്നും കുടുംബം പറഞ്ഞു. കൊച്ചി CBI കോടതി കേസ് പരിഗണിക്കുമ്പോൾ വികാരനിർഭരമായിരുന്നു കല്യാട്ടെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. പത്ത് പ്രതികളെ വെറുതെ വിട്ട നടപടി ശരിയായില്ലെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്നും ശരത്ലാലിന്റെ അമ്മ ലത. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തീരെ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. കുറ്റക്കാരെല്ലാവരും പ്രതീക്ഷിച്ച കുറ്റക്കാരെന്നും ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കുന്നു. കടുത്ത ശിക്ഷ തന്നെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കടുത്ത ശിക്ഷ ലഭിക്കണമെന്നും കൂടെ നിന്ന് ഒറ്റിയവർക്കുള്ള മറുപടിയാണ് കോടതി വിധിയെന്നും കൃപേഷിന്റെ അമ്മ ബാലാമണി. നീതി കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ആഗ്രഹിച്ച പോലെ സംഭവിച്ചു. ആ കടുത്ത ശിക്ഷ വേണം തന്നെ ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. കുറ്റക്കാരായ 10 പേരെ വെറുതെ വിട്ട നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കൃപേഷിന്റെ സഹോദരി കൃപ. 10 പേരെ വെറുതെ വിട്ടത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവർക്ക് കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ. കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും എല്ലാവരെയും പ്രയത്നം കൊണ്ടാണ് ഇതുവരെ എത്തിയത്. നമ്മളെ തുണയ്ക്കേണ്ടവരാണല്ലോ പ്രതികൾക്ക് കൂട്ടു നിന്നിട്ടുള്ളത്. അപ്പം അനുകൂലമായ വിധി തന്നെ വന്നു. ആർക്കും ഇങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവരെ നമ്മളൊന്നും ചെയ്യാതെ. കൊലപാതകത്തിൽ പ്രധാന പങ്കുവഹിച്ചവരെയാണ് കോടതി വെറുതെ വിട്ടത്. ഇവർ ശിക്ഷിക്കപ്പെടണമെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണനും. 14 പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവർക്കും കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എല്ലാവരും കിട്ടില്ല. ഇപ്പോൾ കിട്ടിയത്തേക്കെല്ലാം സന്തോഷമുണ്ട്. കോടതി വിധി നല്ല സന്തോഷമാണ്. ഇപ്പോൾ 14 പേർക്ക് ആ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കോടതി. അത് നമുക്ക് തൃപ്തരാണ്. കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല. അഭിഭാഷകരുമായി ആലോചിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. 24, കാസർഗോഡ്. ദിനേശ് ഹരിപ്പാട് പറയുന്നുണ്ട്, സൈനികനായ എൻ്റെ സഹപ്രവർത്തകൻ ഹിമാചൽ സ്വദേശി ഹവിൽദാർ റിങ്കുവിൻ്റെ വിയോഗം ഞങ്ങളുടെ ക്യാമ്പിനെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. മൃതദേഹം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ നാട്ടിൽ സംസ്കരിക്കും. ആദരാഞ്ജലികൾ എന്നാണ് ദിനേശ് ഹരിപ്പാട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം മെസ്സേജ് കുറച്ചു നേരം അറിയിക്കുന്നുണ്ട്. നമ്മളത് പറയാത്തതിലുള്ള ചെറിയൊരു അതൃപ്തി കൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടി നേതാക്കളടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടെ CPIM പ്രതിരോധത്തിൽ. പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി കൈകഴുകിയ കേസിലാണ് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരായത്. CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് CPIMന്റെ തീരുമാനം. TP ചന്ദ്രശേഖരന്റെയും മട്ടന്നൂർ ഷുഹൈബിന്റെയും അരിങ്കൊലയ്ക്ക് ശേഷം CPIMനെ രാഷ്ട്രീയമായി ഏറെ പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ് പെരിയ ഇരട്ടക്കൊല. 2 യുവാക്കളെ വെട്ടിക്കൊന്ന കേസിൽ പാർട്ടി ബന്ധമുള്ളവർ പ്രതികളായിട്ടും പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകാനായിരുന്നു നേതൃത്വം ശ്രമിച്ചത്. എന്നാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതോടെ CPIMന്റെ ഈ വാദം പൊളിഞ്ഞടുങ്ങി. പാർട്ടിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. CBI ഇത് ബോധപൂർവം ഈ നേതാക്കളെ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ഈ കാര്യത്തിൽ ഗൗരവമായ പരിശോധന ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതി കണ്ടെത്തിയിട്ടുണ്ടാവും. മേലെയും കോടതി ഉണ്ടല്ലോ. അപ്പീൽ പോകുമ്പോൾ അതിനുള്ള ചിലവ് പാർട്ടി തന്നെ കണ്ടെത്തേണ്ടി വരും. എന്നാൽ കേസിൽ CBI അന്വേഷണം തടയാൻ സുപ്രീംകോടതി വരെ നിയമവിധി നടത്തിയ സർക്കാർ ഖജനാവിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് പൊടിച്ചത്. പ്രതികളായ പാർട്ടി നേതാക്കളെ രക്ഷിക്കാൻ പൊതുപണം ചെലവിട്ടുന്ന ആക്ഷേപവും കോടതി വിധിയോടെ ശരിവെക്കപ്പെടുകയാണ്. ഈ കോടതി വിധിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് CPIMന് നേരെ ഇപ്പോൾ കുറേ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. CPIM ശരിയായ നിലപാട് മാത്രമേ എപ്പോഴും സ്വീകരിക്കാറുള്ളൂ. ഒരിക്കലും ഒരു അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല.
ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പെരിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. ഒരിക്കലും തകരില്ലെന്ന് കരുതിപ്പോന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ആ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ കൈവിട്ടു. 2024 അത് ആവർത്തിച്ചു. ഉദുമ നിയമസഭാ സീറ്റ് പോയില്ല എന്നത് മാത്രമാണ് CPIM-ന് ആശ്വാസം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ വിധി CPIM-ന് വീണ്ടും അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഒരമ്മയ്ക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് ആരിഫ് പറയുന്നുണ്ട്. ഈ അമ്മമാരുടെ കരച്ചിൽ അത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പെരിയ കേസിലെ വിധി CPIM-നെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. CPIM ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം എന്ന് തെളിഞ്ഞു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രതിപട്ടികയിലെ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ നിയമ നടപടി ആരംഭിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. CPIM-ന്റെ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളാണെന്ന കോടതി വിധി രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CPIM ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമെന്ന് തെളിഞ്ഞെന്നായിരുന്നു പ്രധാന നേതാക്കളുടെയെല്ലാം പ്രതികരണം. കൊന്നതും കൊല്ലിച്ചതും എങ്ങനെ കൊല്ലണമെന്ന് തീരുമാനിച്ചതും പ്രതികളെ ഒളിപ്പിച്ചതും ഉൾപ്പെടെ എല്ലാം CPIM എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 10 പ്രതികളെ കുറ്റക്കാരില്ലെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കുടുംബവുമായി ആലോചിച്ച് അതിനെതിരായി അപ്പീൽ പോകും. ഇത് കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിൻ്റെ വിജയമായി ഞങ്ങൾ കാണും. ധാർമ്മികതയുടെ വിജയം കൂടിയാണ്. CPIM-ന് പങ്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പങ്കെന്ന് കോടതിക്കും CBIക്കും മുന്നിൽ പറയണമെന്ന് K സുധാകരൻ. അന്വേഷണ ഏജൻസിയെ നമുക്ക് നിലവിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി CBIക്ക് ഈ കേസ് കൊടുക്കാൻ തന്റേടം കാണിച്ച, നട്ടെല്ല് കാണിച്ച ഉദ്യോഗസ്ഥ വൃന്ദം തന്നെയാണ് ഈ കേസിന്റെ പിറകിലും അതിന്റെ വിജയശില്പികൾ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രതികൾക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയതിൽ മാപ്പ് പറയണമെന്ന് ഷാഫി പറമ്പിൽ MP. മുടക്കിയ തുക സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. CPIM കൊന്നതാണ് എന്നുള്ളതിന് ഇതിൽ പരം ഇനി തെളിവ് വേറെ വേണ്ട. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPIM-ന് ഒളിച്ചു മാറാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം തീർത്തു പറയുന്നു, ഈ പ്രതികളുടെ ഒക്കെ രക്ഷാധികാരി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഈ 14 പേർക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്നത് CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത്. മനുഷ്യനെ കൊല്ലുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് KK രമ പറഞ്ഞു. വിധിയിൽ തൃപ്തരല്ലെന്നും സർക്കാർ പ്രതികൾക്കായി ഒത്തുകളിച്ചെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും ആരോപിച്ചു. കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ട 10 പേർക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് KPCC തീരുമാനം. 24 തിരുവനന്തപുരം. തൃശൂരിലെ കേക്ക് വാദത്തിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ CPI ജില്ലാ കൗൺസിൽ ഒരു വാർത്താക്കുറിപ്പ് കൂടി ഇറക്കുന്നുണ്ട്. ഇതടഞ്ഞ അധ്യായം, മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള LDF വിരുദ്ധരുടെ കെണിയിൽ വീഴരുത് എന്നാണ് ജില്ലാ കൗൺസിലിന്റെ അഭ്യർത്ഥനയായി ഇപ്പോൾ സൂരജ് അറിയിക്കുന്നത്. ADM K നവീൻ ബാബുവിന്റെ മരണം CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി. K നവീൻ ബാബുവിന്റെ മരണത്തിൽ വിവാദങ്ങൾക്ക് ബലം നൽകുന്ന രീതിയിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചെന്നും അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ കുടുംബത്തിനൊപ്പമെന്ന് ജില്ലാ സെക്രട്ടറി പരസ്യമായി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതാണല്ലോ. അപ്പോൾ ഈ പൊതുചർച്ചയിൽ ഉയരുന്ന വിമർശനം അതിനൊപ്പമല്ലേ, അതോ ഈ PP ദിവ്യ ഇരയായെന്നുള്ള കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വെച്ച ആ നിലപാടിനൊപ്പമാണോ വിമർശനം? രണ്ട് നിലപാടുകളും ചില ഏരിയ കമ്മിറ്റികളിൽ 3 ഏരിയ കമ്മിറ്റികളുടെ ചർച്ച മാത്രമേ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളൂ. ചില ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത്. അവരുടെ ചില പ്രസ്താവനകൾ ഈ പാർട്ടി നയത്തിന് വിരുദ്ധമായിരുന്നു. പക്ഷേ ചില നേതാക്കളും ചില പാർട്ടി ഏരിയ കമ്മിറ്റികൾ പറഞ്ഞത് കുടുംബത്തോടൊപ്പം വന്ന പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് കൃത്യമായ നിലപാടായിരുന്നു എന്നാണ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഈ വിഷയത്തിലുണ്ടായി. കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റികളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. കാരണം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരു നിലപാട് പറയുന്നു, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മറ്റൊരു നിലപാട് പറയുന്നു എന്ന തരത്തിലേക്ക് പുറത്തേക്ക് ഒരു വ്യാഖ്യാനം ഉണ്ടായി. അതിൽ സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടാണ് കൃത്യമായ രീതിയിൽ ശരിയെന്നും ഏറ്റവും ഒടുവിൽ നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റൊരു വിമർശനം വന്നത് ജില്ലാ സെക്രട്ടറിയുടെ ഏരിയ കമ്മിറ്റിയായ കൊടുമണിൽ മത്സരത്തിലൂടെ സ്വന്തം ആളെ ഉദയഭാനു നേതൃത്വത്തിലേക്ക് എത്തിച്ചു എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. അത് മത്സരത്തിലൂടെ എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയെന്നും ആരോപണമുണ്ട്. എന്തായാലും നാളെയും പൊതുചർച്ച തുടരും. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ടൈമിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ P ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, അതിൽ ഈ യൂട്യൂബിൽ വരുന്ന ചില കമൻറ്റുകൾ അത്
സ്വഭാവത്തിലുള്ളതാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. ചില കമൻറ്റുകളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. നേരത്തെ ഇടവേളയ്ക്ക് മുൻപ് നമ്മൾ സൂചിപ്പിച്ച ഒരു വാർത്തയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ കേക്ക് വിവാദം അടഞ്ഞ അധ്യായം എന്ന CPI. ക്രിസ്മസ് ദിനത്തിൽ മേയർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം തുടർന്നുകൊണ്ടു പോകേണ്ടതില്ല എന്ന CPI ജില്ലാ കൗൺസിലിന്റെ വാർത്താക്കുറിപ്പ്. മുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള LDF വിരുദ്ധരുടെ കെണിയിൽ വീഴരുത് എന്നാണ് CPI പറയുന്നത്. സൂരജ് സജ്ജിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, CPI ജില്ലാ കൗൺസിലിന്റെ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു? നിലവിൽ ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയർ സുനിൽകുമാർ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്ന പശ്ചാത്തലത്തിലാണ് ഇതിലിപ്പോൾ CPI തന്നെ ഈ മേയറെ തീർത്തും തള്ളിക്കൊണ്ട് സുനിൽകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പരസ്യ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായകരമായ നിലപാട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI തന്നെ അതിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് LDFൽ ചർച്ച ചെയ്യുകയും വീഴ്ചകൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ധാരണയിലാണ് ഇപ്പോൾ ഈ മേയറുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതെന്നാണ്. എന്നാൽ ഈ കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിയത് രാഷ്ട്രീയ നീക്കമാണ്, രാഷ്ട്രീയ ലാക്കോട് കൂടിയുള്ള നീക്കമാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുനിൽകുമാറിനെതിരെ മേയർ പറഞ്ഞു എന്ന തരത്തിൽ ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ CPIക്ക് യാതൊരു യോജിപ്പുമില്ല. അതായത് മേയറുടെ നിലപാടോട് യാതൊരു യോജിപ്പുമില്ല. വികസനം, ഈ തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ വികസനം തന്റേത് മാത്രമാണെന്ന് അവതരിപ്പിക്കാനാണ് മേയർ ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, 9 വർഷമായി, കഴിഞ്ഞ 9 വർഷമായി നടത്തുന്ന വികസന പ്രവർത്തനം LDFന്റെ കൂട്ടായ പ്രവർത്തനമാണ് എന്നതാണ് നിലവിൽ CPI ഈ പ്രസ്താവനയിലൂടെ പറയുന്നത്. എന്തായാലും ഈ കേക്ക് വിവാദം അടഞ്ഞ അധ്യായമാണെന്നും ഇനി അത് ചർച്ചയാക്കരുത് എന്നതുമാണ് CPIയുടെ നിലപാട്. ഉന്മേഷ്. സൂരജ് സജി, തൃശ്ശൂരിൽ നിന്ന്. മലയാള സിനിമാ വ്യവസായം വൻ പ്രതിസന്ധിയിൽ എന്ന നിർമ്മാതാക്കൾ. ഈ വർഷം മാത്രമുണ്ടായത് 700 കോടിയുടെ നഷ്ടമാണ്. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവർത്തിച്ചു. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയത്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 199 ചിത്രങ്ങൾ. റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്ത പഴയകാല ചിത്രങ്ങൾ 5. സൂപ്പർ ഹിറ്റ്, ഹിറ്റ്, ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ചത് വെറും 26 സിനിമകൾ. ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയെന്നും നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 24 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്ത ദേവദൂതൻ ഭേദപ്പെട്ട കളക്ഷൻ നേടി. 26 ചിത്രങ്ങളിൽ നിന്ന് 300 മുതൽ 350 കോടി രൂപയുടെ ലാഭം ലഭിച്ചപ്പോൾ ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്ന് 700 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറായേ മതിയാവൂ എന്നാണ് സംഘടന ആവർത്തിക്കുന്നത്. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളത്. പ്രതിഫലത്തിൽ അഭിനേതാക്കൾ കുറവ് വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിഫലം കൂട്ടുകയാണ് പലരും ചെയ്യുന്നതെന്നും നിർമ്മാതാക്കൾ വിമർശിക്കുന്നു. പുതുവർഷത്തിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കവും നേട്ടവും സിനിമാ വ്യവസായത്തിനുണ്ടാകാൻ എല്ലാവരും നിർമ്മാതാക്കളോട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. 24 കൊച്ചി. അസർബൈജാൻ എയർലൈൻസ് വിമാനം തകർന്ന് 38 പേർ മരിച്ച സംഭവത്തിൽ ക്ഷമാപണം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. അസർബൈജാൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ക്ഷമ ചോദിച്ചു. റഷ്യയുടെ വ്യോമമേഖലയിൽ അപകടമുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് പുടിൻ അറിയിച്ചത്. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെയാണ് പുടിൻ ക്ഷമാപണം നടത്തിയത്. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം ആലിയേവിനെ ഫോണിൽ വിളിച്ചാണ് ഖേദം പ്രകടിപ്പിച്ചത്. റഷ്യയുടെ വ്യോമമേഖലയിൽ നടന്ന അപകടത്തിന് ക്ഷമ ചോദിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു. ദാരുണമായ സംഭവമാണ് നടന്നതെന്നും ക്രെംലിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം യുക്രൈൻ ഡ്രോണുകൾ തടയുന്നതിനിടെയാണ് ദുരന്തമുണ്ടായതെന്നും പുടിൻ വ്യക്തമാക്കി. അപകടത്തിന് പിന്നിൽ റഷ്യയാണെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് പുടിന്റെ നീക്കം. അപകടത്തിൽ 38 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ബാഹ്യ ഇടപെടലാണ് ദുരന്തത്തിന് കാരണമെന്നായിരുന്നു അസർബൈജാൻ എയർലൈൻസിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇനി ഇന്നത്തെ വാർത്താപ്പകലിൽ സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കാണാം. വാർത്താപ്പകൽ. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പപ്പാഞ്ഞികത്തികൾ ഇത്തവണയില്ല. തീരുമാനം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് വെളി ഗ്രൗണ്ടിലെ പരിപാടികൾക്ക് മാറ്റമില്ല. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ യൂട്യൂബ് ചാനൽ MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് വീണ്ടും ക്രൈംബ്രാഞ്ച് നോട്ടീസ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ നീക്കം. ഒളിവിൽ കഴിയുന്ന MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബിനായി തിരച്ചിൽ. ADM K. നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബത്തിന്റെ ഹർജി തീർപ്പാക്കി. കുടുംബത്തിന്റെ ആവശ്യം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ടെന്ന് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ സംരക്ഷിക്കുന്നുണ്ടെന്ന് പോലീസ്.
കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയിൽ ആരോപണവിധേയരെ സംരക്ഷിച്ച പോലീസ്. സാബുവിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയില്ല. സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയെങ്കിലും സൊസൈറ്റി ജീവനക്കാരെ തൊടാതെ അന്വേഷണ സംഘം. പാർട്ടി അംഗങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം കർശനമാക്കാൻ CPI. പാർട്ടി അംഗങ്ങളും നേതാക്കളും മദ്യപിക്കരുതെന്ന നിർദ്ദേശം. CPI സംസ്ഥാന കൗൺസിൽ അവതരിപ്പിച്ച രേഖയുടെ പകർപ്പ് 24-ന് പാർട്ടി ഘടകങ്ങൾക്ക് സ്വീകരിക്കാവുന്ന സംഭാവനയുടെ പരിധിയും ഉയർത്തി. പാറമേക്കാവ് തിരുവമ്പാടി വേലകൾക്കുള്ള വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധവുമായി ദേവസ്വങ്ങൾ. നീക്കത്തിനു പിന്നിൽ ശിവകാശി ലോബി എന്ന തിരുവമ്പാടി ദേവസ്വം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് പാറമേക്കാവ് ദേവസ്വം. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച കുഞ്ഞിന് വിദഗ്ധ ചികിത്സ വേണമെന്ന് മെഡിക്കൽ ബോർഡ്. വ്യത്യസ്ത പ്രായങ്ങളിൽ ഓരോ അവയവങ്ങൾക്കും ചികിത്സ നൽകണം. സൗജന്യ ചികിത്സയുടെ കാര്യത്തിൽ വ്യക്തത വരുത്താതെ സംസ്ഥാന സർക്കാർ. പ്രൈം ടൈമിലേക്ക് തിരികെ എത്താം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പ്രൈം ടൈമിലേക്ക് തിരികെ. ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരം പോത്തൻകോട് പുരോഗമിക്കുന്നു. ഫെസ്റ്റിലെത്തുന്നവർക്ക് ആകാശ കാഴ്ചകൾ ഒരുക്കാൻ ഹെലികോപ്റ്റർ സർവീസ് നാളെ ആരംഭിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അനുസ്മരണ ചടങ്ങും ആശ്രമത്തിൽ നടന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ കുടുംബ വീട് ശാന്തിഗിരി ആശ്രമത്തിന് കൈമാറുന്ന ചടങ്ങിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിലെത്തിയിരുന്നു. ശാന്തിഗിരി ആശ്രമവുമായി അടുത്തു ബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ അനുസ്മരിച്ചു. അന്നുവരെ ഉണ്ടായിരുന്ന നേതൃപാടവ സങ്കല്പത്തെ പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് തികച്ചും നിഷ്കാമിയായി, സൗമ്യനായി, സാത്വികനായി, ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരിയായി വിമർശിച്ചവരെ, പരിഹസിച്ചവരെ നിന്ദിക്കാതെ, നിരാകരിക്കാതെ അവരോട് ചെറു പുഞ്ചിരി കൊണ്ട് മറുപടി പടഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. ശാന്തിഗിരി ഫെസ്റ്റിൽ നാളെ മുതൽ ഹെലി സഫാരി ആരംഭിക്കും. ഹെലിപ്പാഡിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 15 കിലോമീറ്റർ സഞ്ചരിക്കും. 7 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയിൽ ഒരു ട്രിപ്പിൽ പരമാവധി 7 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക. തുമ്പി ഏവിയേഷനാണ് ഹെലികോപ്റ്റർ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നാളെ മന്ത്രി GR അനിൽ ഹെലികോപ്റ്റർ സർവീസ് ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഹെലികോപ്റ്റർ യാത്ര എന്നൊക്കെ പറയുന്നത് അങ്ങനെ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യമാണ്. ഇപ്പം ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരം പറക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പരിച്ഛേദം കാണുവാൻ സാധിക്കുകയും ആകാശത്തെ തൊട്ട് ഫെസ്റ്റിൽ നിന്നുയർന്ന് ഈ പ്രദേശം മൊത്തം ഒരു കാഴ്ചയായി കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 4200 രൂപയും ടാക്സുമാണ് ഒരു യാത്രയുടെ ചെലവ്. 24 തിരുവനന്തപുരം. ഇനി വാൽകഷ്ണത്തിലേക്ക്. മുന്നണികളുമായുള്ള ബന്ധങ്ങളിൽ സംഘടനകൾ പല നിലപാടുകളും എടുക്കാറുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയോ ഇല്ലയോ എന്ന ചർച്ച പല സമയങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. കിട്ടിയ വോട്ട് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് ആര്, തുറന്നു പറയുന്നവർ ആരൊക്കെ? അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണത്തിലേക്ക്. വോട്ട് വേണം, എന്നാലോ ഒപ്പം നിന്നിട്ടുള്ള ഫോട്ടോ പറ്റൂല. അങ്ങനത്തെ കുറച്ച് വോട്ടുകളും ചില മുന്നണികളും ഉണ്ട് നമ്മളെ നാട്ടിൽ. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തികഞ്ഞ മതേതര നിലപാടാണ്, സെക്യുലർ നിലപാടാണ്. ഇങ്ങനെ പറഞ്ഞ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ പഠിപ്പിച്ചു വെക്കും. പക്ഷെ 4 മൈക്ക് കണ്ടാൽ ചിലരത് അങ്ങോട്ട് മറന്നു പോവുകയാണ്. അവസാനമില്ലാത്ത വ്യവഹാരമായിട്ട് അത് പോകരുത്. സതീശേട്ടൻ മാത്രമല്ല, ബാക്കിയുള്ളവരെയും ഇങ്ങനെ തന്നെ പറയാൻ വേണ്ടി പഠിപ്പിച്ചു. തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ശേഷമേ ഉത്തരം പറയാവൂ. ഇനി അങ്ങോട്ട് നിങ്ങൾ അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടാകും. അതിലറിയേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. അറിയാൻ പാടില്ലാത്തത് അറിയാൻ ശ്രമിക്കരുത്. ചില നേതാക്കൾക്ക് ആരൊക്കെ എന്തൊക്കെ പഠിപ്പിച്ചു കൊടുത്താലും മനസ്സിലുള്ളത് ഇങ്ങോട്ട് പുറത്ത് ചാടും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ പറയുന്നതിൽ നിന്ന് നമ്മൾ മാറരുത്. ഞാൻ തുറന്നു പറയാം. വോട്ട് വാങ്ങിയാലും വാങ്ങിയ വോട്ടിനെ പറ്റി പുറത്ത് പറയരുത് എന്ന് പറഞ്ഞു കൊടുത്ത് പുറത്തിറക്കുന്നതാണ്. പക്ഷെ K മുരളീധരന് കിട്ടിയ വോട്ടിന്റെ ചരിത്രം മറക്കാൻ പറ്റൂല. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇതിങ്ങോട്ട് കേട്ടതും വിജയരാഘവൻ സഖാവ് ഇപ്പൊ എങ്ങനെയുണ്ട്, കള്ളി വെളിച്ചത്തായില്ലേ എന്നുള്ള ലൈനായി. ഞാൻ തുറന്നു പറയാം. വിജയരാഘവൻ പറഞ്ഞത് പച്ച കള്ളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആവത് പണിയെടുത്ത് നടക്കുകയായിരുന്നു
കോൺഗ്രസ്സുകാരും. അത് കേവല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഞങ്ങൾ അത് മാറ്റി. അപ്പോൾ കേവലമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഇവരെ കൊണ്ട് വല്ല നേട്ടവും കിട്ടിക്കണോ? 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. സതീഷ് ഏട്ടാ, അന്ന് നേട്ടം കിട്ടിയിട്ടില്ല, പക്ഷേ കുറച്ച് വോട്ട് കിട്ടിത്രേ. ഈ 2019 മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു പൊതു പിന്തുണ കോൺഗ്രസ് നൽകിയിട്ടില്ല. 2019 മുമ്പല്ലേ 2016? 2016 കഴിഞ്ഞിട്ടല്ലേ മുരളിയേട്ടാ 2019? 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. സതീഷ് ഏട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കണേ, ചിലപ്പോ നിങ്ങൾ മറന്നതാണെങ്കിലോ? ചിലപ്പോൾ ഒരു 4-5 സ്ഥാനാർത്ഥികളെ ആർക്കെങ്കിലും ഒരു മുന്നണിയിൽ കൊടുത്തു കാണാം. ആ കൂട്ടത്തിൽ വട്ടിയൂർക്കാവിൽ പിന്തുണ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അപ്പൊ അത് ഉറപ്പിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അപ്പൊ ഗൗരവമായിട്ട് എടുക്കണുണ്ടോ? എല്ലാവരും ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയല്ലേ. വെളിച്ചത്ത് പറയാൻ പറ്റാത്ത വോട്ട് ഇരുട്ടത്ത് പോയി വാങ്ങിക്കൂട്ടണ ഏതൊക്കെ കഥകൾ ഇനി പുറത്ത് വരുന്ന് കാത്തിരുന്ന് കാണണം. ഇനി വാർത്താമഴ സുജികുമാർ എത്തും.